ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രിയെ, വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അന്നേ എവിടെ എന്റെ തന്തൻ തള്ളയെന്ന് പറഞ്ഞ രണ്ടെണ്ണം? ഇവിടെ ഇരിക്കുകയായിരുന്നോ രണ്ടെണ്ണവും? വസന്തേ. ഓ വസന്ത, ജീവനുള്ള വസ്തുക്കളാണോ ഈ ഇരിക്കുന്നത്? ഞാൻ കരുതി രണ്ട് നോക്കുകുത്തുകളെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന്. ഓ, നോക്കുകുത്തുകളായിട്ട് കുത്തി നിർത്താൻ പോലും പറ്റാത്ത രണ്ട് പേക്കോളങ്ങളായി പോയല്ലോ എന്റെ അച്ഛനും അമ്മയും. പ്രവൃത്തി ദോഷം. വസന്തേച്ചി, ഇവിടുത്തെ സാഹചര്യങ്ങള് ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹരിതയ്ക്ക് കിട്ടിയ തിരിച്ചടി ഇപ്പൊ വർഷയ്ക്കും കിട്ടിയില്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, ഗർഭം കലങ്ങിയ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ കുടുംബസമേതം വിനോദയാത്രയ്ക്ക് പോകുന്ന ചടങ്ങ് ഏതെങ്കിലും നാട്ടിലുണ്ടോ? വിനോദയാത്രയ്ക്കോ പോയി ആയിക്കോട്ടെ, വിനോദിപ്പിക്കാൻ കൊണ്ടുപോയ പെണ്ണെവിടെ? മുതല് വിഴുങ്ങിയോ അതോ പുലി പിടിച്ചു തിന്നോ? ഇങ്ങനെ കണ്ണിച്ചോറിയില്ലാത്ത വർത്തമാനം പറയല്ലേ. പറയൂടി, പറയും ഞാൻ. അത്രയ്ക്കുണ്ട് എനിക്ക് ദണ്ണം. ഈ തറവാട്ടിലെ ഏറ്റവും മൂത്ത മോളാ ഞാൻ. എന്നെ കാണാതായിട്ട് ചത്തുപോയോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ ഇവിടെ ആർക്കും നേരം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് എന്നെ കൂടാതെ വിനോദയാത്രയ്ക്ക് പോവാൻ എന്തൊരു ഉത്സാഹമായിരുന്നു എല്ലാവർക്കും. ഞാനും കൂടി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ വർഷയ്ക്ക് ദുർവിധി സംഭവിക്കുമായിരുന്നോ? സംഭവിക്കാനുള്ള കാര്യമായിരുന്നെങ്കിൽ ആരോടൊപ്പം ആയിരുന്നെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് വർഷയ്ക്ക് നിശ്ചയപ്പെട്ടിട്ടുള്ള വിധിയായിരുന്നു. ഓ, അങ്ങനല്ലേ പറയൂ. എന്നെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യത്തില് നിങ്ങളൊക്കെ ഒറ്റക്കെട്ടല്ലേ? എന്റെ പൊന്നനിയത്തി, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഈ ചേച്ചിയോട് അല്പമെങ്കിലും സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടായിരുന്നത് വർഷയ്ക്ക് മാത്രമായിരുന്നു. വസന്തേച്ചി തികച്ചു വിളിക്കത്തില്ലായിരുന്നു അവള്. ആ പാവത്തിന് എല്ലാരും കൂടെ കൊണ്ടുപോയി കൊലക്കി കൊടുത്തില്ലേ? അയ്യോ എന്റെ ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? മാനത്തെ കൊട്ട